ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം മലയാളി വിദ്യാർത്ഥികളെ ഒരു സംഘം മർദ്ദിച്ചതായി പരാതി. മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിച്ചെന്നാണ് പരാതി. ഡൽഹി പോലീസും സംഘത്തിനൊപ്പം ചേർന്ന് മർദ്ദിച്ചതായി വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മുണ്ടുടുത്തതും പ്രകോപനത്തിന് കാരണമായെന്ന് വിദ്യാർത്ഥികൾ. സാക്കിർ ഹുസൈൻ കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥികളായ അശ്വന്ത്, സുധീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. നീ ചോർ ബസാറിന് വാങ്ങിയ ഫോണല്ലേ ഇത്, ഞങ്ങൾക്ക് പൈസ തരാണ്ട് നീ കട്ടുകൊണ്ടാവുകയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കുറേ നേരം അവിടുന്ന് മർദ്ദിച്ചു. ആ സമയത്ത് ഞാനവിടെ ഒരു പോലീസുകാരനെ കണ്ട്, രവിരംഗ എന്നാണ് അയാളെ പേര്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ, സാർ എൻ്റെ ഫ്രണ്ടിനെ കുറച്ച് ആൾക്കാർ പിടിക്കുന്നത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്കത് മനസ്സിലായില്ല. അയാൾക്ക് എനിക്ക് തോന്നുന്നു ഹിന്ദി മാത്രം അറിയുന്ന ഓഫീസറായിരിക്കും അത്. അപ്പോഴത്തേക്ക് ഈ കള്ളന്മാർ വന്നിട്ട് അയാളോട് പറയുകയാണ്, ഇത് ഞങ്ങൾ ചോർ ബസാറിൽ നിന്ന് മോഷ്ടിച്ച ഫോണാണ്, ഇവരെനിക്ക് പൈസ തന്നില്ല, ഏതോ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞ് തിരിഞ്ഞത് എൻ്റെ മുഖത്ത് 4 അടി അടിച്ച് എൻ്റെ ഫ്രണ്ടിനെ തള്ളി ഞങ്ങളൊരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തിച്ച്. എന്നിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്തിട്ട് ആ കള്ളന് ഫോൺ കൊടുത്തിട്ട് പോയിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലാകുന്നത്, ഞങ്ങളുടെ ഫോണ് അവർ മോഷ്ടിച്ചതാണ്, ഇയാൾ ഇവരെ സൈഡ് അയക്കുന്നത് എനിക്ക് തോന്നി. എനിക്ക് ഫേക്ക് പോലീസാണോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഈ കള്ളനെ ഇടിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്ത് ഓടി ഒരു ബൂത്ത് കണ്ടു, ഒരു പോലീസ് ബൂത്ത് കണ്ടു. അവിടേക്ക് കയറി സാറിനോട് ഹെൽപ്പ് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവിടെയുള്ള കുറേ ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞ്, ഞാൻ കള്ളനാണ്, ഞാൻ ഫോണും എടുത്ത് ഓടിയതാണ്, ഞാൻ കട്ട ഫോണാണിത്. ആ ഓഫീസർ എന്നെ ബ്രൂട്ടലായിട്ട് അവിടെ നിന്ന് തള്ളി. ഞാൻ പറയുന്നത് കേൾക്കാനൊന്നുമില്ല, ഞാൻ സ്റ്റുഡൻ്റാണ്, സൈക്കിളിൽ പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ ബ്രൂട്ടലായിട്ട് തള്ളി, ഫൈബർ സ്റ്റിക്ക് കൊണ്ട് തള്ളി, എൻ്റെ മുണ്ട് ഉരിച്ചു. ഞങ്ങൾ ആ ടൈം മുണ്ടാണ് എടുത്തത്. മുണ്ടുടുത്തു എന്ന് പറഞ്ഞ് ഉരിച്ചു. ഹിന്ദി പറയാത്തതിൻ്റെ പേരിൽ എന്നെ വളരെ തല്ലി. ശരത്ലാൽ നൽകും വിവരങ്ങൾ. ശരത്ലാൽ, ഈ വിദ്യാർത്ഥികൾ പറയുന്നത് പ്രകാരം മോഷണക്കുറ്റമടക്കം ആരോപിച്ച് മർദ്ദിച്ചു. വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്, പോലീസിനെതിരെ അടക്കം. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ആ സമയത്താണ് സാധാരണ ലോക്കൽസും അവിടെയുള്ള കച്ചവടക്കാരും ഒക്കെ കൂടി ഇവരെ മൊട്ടാക്കള എന്ന രൂപേണ പോലീസിനടുത്തെത്തിക്കുകയും ഇവരെ ഫോണ് പിടിച്ചു വാങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പൊ ഹിന്ദി അത്ര വശമില്ലാത്ത കുട്ടികൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ, ഇംഗ്ലീഷിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ ഇതൊന്നും കണക്കിലാക്കാതെ പോലീസ് അവരെ മൃഗീയമായി അവിടെ നിന്ന് മർദ്ദിക്കുകയാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ഇവർക്ക് അതിൽ കൂടുതൽ മൃഗീയ മർദ്ദനം ഏറ്റുവാക്കേണ്ടത്. ഒരു വംശീയ അധിക്ഷേപം തന്നെ അത് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. കോഴിക്കോട് സ്വദേശിയും കാസർഗോഡ് സ്വദേശികളുമായ 2 കുട്ടികളാണ്. അവരെ ഹിന്ദി പറയാത്തതിനും മുണ്ടുടുത്തതിനുമാണ് അവരെ പോലീസ് സ്റ്റേഷന് അകത്ത് വെച്ച് മർദ്ദിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ MP-മാർ ഇടപെട്ടിട്ടുണ്ട്. ജോൺ ബിട്ടാസ, MK രാഘവൻ, അതുപോലെ തന്നെ ശിവദാസൻ MP എന്നിവരൊക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് കമ്മീഷണറുമായി ശിവദാസൻ MP സംസാരിക്കുകയും ചെയ്തു. ഈ വിദ്യാർത്ഥികളും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും DCPക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അവസാനം വരെ തന്നെ പോരാടുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും ഇത്തരമൊരു സംഭവം ഡൽഹിയിൽ ആദ്യമായിട്ടാണ്. കാരണം മലയാളിക്കെതിരെ ഇത്തരം ഒരു മുണ്ടുടുത്തിന്റെ പേരിൽ ഒരു അക്രമം നടക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വളരുന്നു എന്നത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പ്രീ ഡിഗ്രി +1+2 കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ, 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് ഡൽഹി അപരിചിതമാണ്. അവർ ഡൽഹി കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ പേരിലാണ്, മുണ്ടെടുത്തിറങ്ങിയതിന്റെ പേരിലാണ്, ഹിന്ദി സംസാരിക്കാതിന്റെ പേരിൽ ഈ മർദ്ദനം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോളേജിലെ സീനിയേഴ്സ് എത്തിയാണ് ഒടുവിൽ ഇവരെ മോചിപ്പിച്ചത്. ഏതായാലും അവരുടെ പേരിൽ പോലീസ് കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. അതേസമയം വിദ്യാർത്ഥികൾ പോലീസിന്റെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.